കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കൊന്ന് അടിപൊളി സലാഡ് വെള്ളരിക്ക എങ്ങനെ ചെയ്തെടുക്കുന്ന നോക്കിയാലോ. നമുക്ക് സലാഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, 3 സലാഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് സലാഡ് 3 എടുത്ത് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. ഇത് കഴുകാനായിട്ടുള്ള പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് സലാഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മുടെ സലാഡിലുള്ള പൊടി ഇതൊക്കെ അഴുക്കൊക്കെ പോകാനായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അല്ലേ, നന്നായിട്ട് അതിൻ്റെ മൊത്തത്തിൽ ശരിക്കും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് അതിന് ശേഷം നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഒരു സലാഡ് എടുത്തിട്ട് നമ്മുടെ സലാഡിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ സലാഡിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് എൻ്റെ സലാഡിൻ്റെ 2 സൈഡിലുള്ള തൊലിയോടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. 2 സൈഡിലുള്ള തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിന് ശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ. നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സലാഡ് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിന് ശേഷം നല്ലൊരു എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ഒരു ലെമണിൻ്റെ പാതി ജ്യൂസ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പാതി ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലേ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. എന്ത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യ്, ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ് ഫ്രണ്ട്സ്.